ഹായ് അസ്സാം വലൈക്കും. ഇത് ഞാൻ യൂട്യൂബിൽ ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ തന്നെയാണ് കേട്ടോ. കോപ്പിറൈറ്റ് ഇഷ്യൂ കൊണ്ട് റീ അപ്ലോഡ് ചെയ്യുക. കണ്ട പോലെ ടിക്കറ്റ് എടുത്തുകൊണ്ട് എൻട്രൻസിലേക്ക് കയറുക. എന്നിട്ട് അവിടെ കാണുന്ന കുറച്ച് സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഉള്ളിലേക്ക് കയറുമ്പോൾ ഭയങ്കര അടിപൊളിയാട്ടോ. ഭയങ്കര ഒരു കളർഫുൾ അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഓരോ ബിൽഡിങ്സും ഓരോ കൺട്രി ബേസ് ചെയ്ത് കണ്ട ഓരോ ബിൽഡിങ്ങും ഒക്കെ അടിപൊളിയാണ്. അത് കുറേ പിന്നെ പറയാതെ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് നടക്കാനുണ്ട്. അപ്പോൾ മക്കളൊക്കെ കൊണ്ടുപോകാമെങ്കിൽ സ്ട്രോളർ മസ്റ്റാണ്. നമ്മൾ സ്ട്രോളർ കൊണ്ടാണ് പോയത്. സ്ട്രോളറില്ലാതെ നമുക്ക് മക്കളെടുത്താൽ നമ്മൾ ആകെ ടയേർഡായി പോകും. ഇത്രയും നടക്കാനുണ്ട്. ഞാൻ ഒരു വർഷം ഇവിടെ നിന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴാണ് ഗ്ലോബൽ വില്ലേജ് പോയത്. അതായത് ഇക്കാൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടിയിലാണ് പോയത്. പിന്നെ നമ്മൾ റീൽസിൽ കണ്ടിട്ടില്ല, മറ്റേ ഐസ്ക്രീം അവിടെ തിരിച്ചെടുക്കുക അങ്ങനെ ഒരു റീൽസൊക്കെ ആ ഒരു സാധനമാണ്. പിന്നെ കുറേ റീൽസൊക്കെ കാണുമ്പോൾ വിചാരിക്കും ട്രൈ ചെയ്യാനായിട്ട് വിചാരിക്കും. ആ ഒരു സംഭവം ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. അത് പിന്നെ കുറേ കുട്ടി ഷോപ്പുകളുണ്ട്. കിഡ്സിൻ്റെത് നല്ല അബായ ഷോപ്സ്, അങ്ങനെ ഒരുപാട് നല്ല നല്ല ഷോപ്സുണ്ട്. ഈ ഒരു സെക്ഷൻ മൊത്തം ഇങ്ങനെ ഓരോ ചെറിയ ഷോപ്പുകളാണ്. ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും വാങ്ങിയിട്ടൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ കണ്ട് ഇങ്ങനെ തന്നെ ഒരു 5-6 ഇങ്ങനെ ഈ ഐസ്ക്രീമിൻ്റെ കച്ചവടക്കാരുണ്ട്. നല്ല പാട്ടും ബഹളമൊക്കെ ആയിട്ട് ഇങ്ങനെ ആൾക്കാരെ വിളിക്കും. ഞാനൊന്ന് ട്രൈ ചെയ്തിട്ട് ഐസ്ക്രീം കഴിക്കാൻ വലിയ മൂടൊന്നുമില്ല. പക്ഷെ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് എനിക്ക് വേണമെന്നുണ്ടായിരുന്നു. അതായത് ഞാനൊന്ന് ട്രൈ ചെയ്തു. എന്നിട്ട് ഐസ്ക്രീമൊക്കെ അടിപൊളിയായിരുന്നു. കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഓരോ സ്ഥലങ്ങൾ കണ്ട്, ഞാൻ അതിനിടയ്ക്ക് മോന് ഫീൽ ചെയ്യാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് ഓരോ സ്ഥലങ്ങൾ കണ്ടിപ്പോൾ മേലെ ഇങ്ങനെ ഓരോ ബബിൾസ് വരുന്നത്, ഓരോ സ്പേസും ഭയങ്കര ഡിഫറെൻ്റാണ്. ഓരോ അടിപൊളി ഐറ്റംസ് ഉണ്ട്. താഴെ ഇങ്ങനെ മറ്റേ ലൈറ്റ്സൊക്കെ വന്ന് അങ്ങനെയൊക്കെ ഓരോ സ്ഥലങ്ങളും ഭയങ്കര ഡിഫറെൻ്റാണ്. കുറേ നടക്കാനുണ്ട്. അതാണ് മെയിനായിട്ട്. ഒരുപാട് നടക്കാനുണ്ട്. ഞങ്ങൾ ഫുള്ളൊന്നും കണ്ടിട്ടില്ല, കുറച്ചൊക്കെ കണ്ട് നിങ്ങൾ പോകുന്നു. ഞങ്ങളൊരു ഈവനിങ് ആയപ്പോഴായിരുന്നു പോയത്. രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോൾ തിരിച്ചു വന്നു. കാരണം ഒരുപാട് നടക്കാനുണ്ട്. നമ്മൾ ഒരു ദിവസം പോയാലും നമ്മൾ കണ്ട് കഴിയൂല, അത്രയും നടക്കാനുണ്ട് അവിടെ. പിന്നെ കുട്ടികളെ കൊണ്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും നമ്മളൊരു സ്ട്രോളർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ മക്കളെ എടുത്ത് നമ്മളും കൂടെ നടന്ന് നമ്മൾ നല്ല ടയേർഡായി പോവും. അത്രയും നടക്കാനുണ്ട് അവിടെ. പിന്നെ ഒരുപാട് റൈഡേഴ്സ് ഉണ്ട് അവിടെ. ഞാൻ കുറേ വീഡിയോസ് കണ്ടിരുന്നു, മറ്റേ റൈഡിലൊക്കെ ഉള്ള ഗ്ലോബൽ വില്ലേജിലെ റൈഡിൻ്റെ കുറേ വീഡിയോസ്. അപ്പോൾ എനിക്ക് ഏതെങ്കിലും ഒന്നിൽ കയറണം. കാരണം അത്യാവശ്യം എക്സ്പെൻസാണ്. 70-40 അത്ര ദിർഹംസൊക്കെ കൊടുക്കണം തോന്നുന്നു ഒന്നിന്. അപ്പോൾ ഞങ്ങൾ ഒരു 101 എന്തോ വൗച്ചറെടുത്ത് അതിലാണ് ഞങ്ങൾ കയറിയത്. അപ്പോൾ അതാകുമ്പോൾ ഞങ്ങൾ 3 ആളും കൂടി കയറി. അങ്ങനെ ഒന്നിലൊക്കെ ഞങ്ങൾ 3 ആളും കൂടി കയറി. അതിൻ്റെ വീഡിയോസ് ഇതൊക്കെ ഞാൻ ഇതിലുണ്ടാവും. എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. കാരണം ഞാൻ പറയുന്നതും വീഡിയോയിൽ കാണുന്നതും തമ്മിൽ ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ടാകും. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെക്കുറിച്ച് വല്ലാണ്ട് അറിയില്ല. അതൊക്കെ മനസ്സിലായിട്ട് ഞാൻ പറഞ്ഞത്. ഇന്നിങ്ങനെ ഓരോരോ ബിൽഡിങ്സ് ഉണ്ട്. തായ്ലാൻഡ്, പലസ്തീന്, ഇറാൻ, ഓരോ കൺട്രി ബേസ്ഡായിട്ടുള്ള ഓരോ ബിൽഡിങ്സ് ഉണ്ട്. ഭയങ്കര കളർഫുൾ ബിൽഡിങ്സാണ്. ഇതാണ് കേട്ടോ ഒരു റൈഡ്. ഈ റൈഡിലാണ് ഞങ്ങൾ കയറിയത്. അടിപൊളി റൈഡാണ്. മേലെ പോയിട്ട് താഴേക്ക് ഒറ്റ ഇടൽ അങ്ങനത്തെ റൈഡായിരുന്നു. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾ കയറിയത്. പിന്നെ പലതരം റൈഡ്സ് ഉണ്ട്. ഓരോ റൈഡ് കണ്ടാൽ നമ്മൾ ഒന്ന് മരിച്ചു വിചാരിക്കും. അത്ര അടിപൊളി റൈഡാണ്. പലതരം റൈഡുണ്ട്. അടിപൊളി റൈഡ്സൊക്കെ ഉണ്ട്. പിന്നെ റൈഡൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ക്ഷീണിച്ചു പോയി. പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ എക്സിറ്റ് കപ്പിൽ പോവായിരുന്നു. കാരണം എക്സിറ്റ് കണ്ടുപിടിക്കാൻ കുറച്ച് പാടാണ്. ഞാൻ ഈ റെക്കോർഡും ഈ വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ വീണ്ടും പറയാണ്, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പോൾ ആരും കണ്ട് ചിരിക്കുകയൊന്നും ചെയ്യില്ല. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടാണ്. ഇനി കുറേ ചെയ്ത് വരുമ്പോഴാണല്ലോ ഓരോന്നും ശരിയാവുന്നത്. ഇപ്പോൾ ഇത് ചെയ്ത് ഓരോന്നും ശരിയാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അതാ ശരിയാവും. അപ്ലോഡ് ചെയ്തില്ല. ഇന്ന് അപ്ലോഡ് ചെയ്യാൻ മോനുള്ളതുകൊണ്ട് ടൈമും ഒക്കെ പ്രശ്നമായതുകൊണ്ട് ഇന്നാണ് എനിക്ക് ടൈമിനുള്ളൊരു അവസരം കിട്ടിയത്. അപ്പോൾ അപ്ലോഡ് ചെയ്യാണ്. അപ്പോൾ എന്ത് ചെറിയ മിസ്റ്റേക്കാണെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക.
It's nice, yes? Yeah. Thank you. Bye. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങൾ എക്സിറ്റ് തപ്പി. അങ്ങനെ എക്സിറ്റ് ഞങ്ങൾക്ക് കിട്ടി കേട്ടോ. കുറേ എക്സിറ്റ് ഉണ്ട് തോന്നുന്നു, എനിക്ക് അറിയില്ല. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ശരി, ഇതാണ് എൻ്റെ കുട്ടി വീഡിയോ. എങ്ങനെയുണ്ട് എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഒക്കെ ചെയ്യുക. അടുത്ത വീഡിയോ കാണാം.